പാലക്കാട് ജില്ലാ റോഡ് ആക്സിഡന്റ് ആക്ഷൻ ഫോറത്തിന്റെ നേതൃത്വത്തിൽ റോഡ് സുരക്ഷാ മാസാചരണ സമ്മേളനം നടത്തി. ജില്ലാ കമ്മിറ്റി, വനിതാ ഫോറം കമ്മിറ്റി എന്നിവയുടെ വിപുലീകരണവും മെമ്പർഷിപ്പ് ക്യാമ്പയിനും അനുബന്ധ പരിപാടിയും നടന്നു. പാലക്കാട് ETS റെസിഡൻസിയിൽ നടന്ന പരിപാടിയിൽ അപകടങ്ങൾ സംഭവിച്ച ശേഷമുള്ള പരിചരണത്തെക്കാൾ അപകടരഹിതമായ ഒരു നല്ല നാളേക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്കായി പുതിയൊരു റോഡ് സംസ്കാരം വളർത്തിയെടുക്കുന്നതിന്റെ ഭാഗമായുള്ള ക്ലാസും അനുബന്ധ പരിപാടികളുമുണ്ടായി. വാഹനാപകട നിവാരണത്തിനായി ബസ് സ്റ്റാൻഡുകൾ കേന്ദ്രീകരിച്ചുള്ള റോഡ് സംസ്കാര ജനജാഗ്രതാ സദസ്സും സൗജന്യ ലഘുലേഖ വിതരണവും നടന്നു. പാലക്കാട് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ആക്സിഡൻസിൽ മരണപ്പെടുന്നത് 2 വീലർ യാത്രക്കാരാണ്. വ്യത്യസ്തമായ അപകടങ്ങളുണ്ടെങ്കിലും കാറും ലോറിയും ഒക്കെ അപകടങ്ങൾപ്പെടുന്നത് 2 വീലറാണ് ഏറ്റവും കൂടുതൽ അപകട മരണങ്ങൾക്ക് ഉണ്ടാകുന്ന ഹേതുവായി വരുന്ന വാഹനം 2 വീലറാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2 വീലർ ഒരു അൺബാലൻസ്ഡ് വാഹനമാണ്. സ്വന്തമായി ബാലൻസ് ഇല്ലാത്തതും ഓടിക്കുന്നവൻ്റെ ബാലൻസിൽ മാത്രം മുന്നോട്ട് പോകുന്ന വാഹനം 2 വീലർ. നമ്മൾ പല ആൾക്കാരും റോഡിൽ കണ്ടിട്ടുണ്ടാവും. ചിലർ വാഹനം തിരിക്കുമ്പോൾ അതിനോടുകൂടെ നമ്മളും തിരിഞ്ഞു കൊടുക്കുന്ന സാഹചര്യമാണ് കണ്ടിട്ടുണ്ടാവും 2 വീലറിൽ. അതെന്താ കാണിക്കുന്നത്? വാഹനത്തിൻ്റെ മൂവ്മെൻറ്റ് നമ്മുടെ മൂവ്മെൻറ്റിനെ അനുസൃതമായിരിക്കും. അതുകൊണ്ടാണ് മറ്റുള്ള എല്ലാ വാഹനങ്ങൾ ഓടിക്കുന്ന ആളെ നമ്മൾ ഡ്രൈവർ എന്നാണ് വിളിക്കുക. 2 വീലർ ഓടിക്കുന്ന ആൾക്കാരെ നമ്മൾ റൈഡർ എന്നാണ് വിളിക്കുക. കാരണം നമ്മളാണ് അതിനെ കൊണ്ടുപോകുന്നത്. വിദ്യാർത്ഥികളാവുമ്പോൾ അവർക്കൊരു ചിന്ത വരും, എന്തിനാണ് 6 ഇഞ്ച്, എനിക്ക് 3 ഇഞ്ച് എന്ന് കരുതി ഫ്രണ്ട് വീലറിൽ പോകും. നമ്മൾ കാണുന്നല്ലേ? അതെ. അപ്പോൾ മൊത്തം വാഹനവും റോഡുമായുള്ള കോണ്ടാക്ട് വെറും 3 ഇഞ്ചിലോട്ട് ചുരുങ്ങി. ഫോറം ജില്ലാ പ്രസിഡന്റ് TK രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് KM അബ്ദു മുഖ്യപ്രഭാഷണം നടത്തി. മുരുകൻ, വനിതാ ഫോറം ജില്ലാ പ്രസിഡന്റ് ഷംസാദ് ബീഗം, അഡ്വക്കേറ്റ് സണ്ണി തോമസ്, ഫ്രാപ് പ്രസിഡന്റ് പ്രസാദ്, ക്ലിനിക്കൽ സൈക്യാട്രിസ്റ്റ് അമൽജിത്ത് എന്നിവർ പ്രസംഗിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി M രാജഗോപാലൻ സ്വാഗതവും ഗജാൻജി V ആറുമുഖൻ നന്ദിയും പറഞ്ഞു.